ഇന്ന് നമ്മൾ അറക്കുളം അയ്യപ്പ ക്ഷേത്രമുറ്റത്താണ് കേട്ടോ നിൽക്കുന്നത്. ശബരിമല ക്ഷേത്രവുമായി അടുത്ത ബന്ധം നിലനിർത്തുന്ന പന്തളം രാജാവ് നിർമ്മിച്ച ഈ ക്ഷേത്രത്തെപ്പറ്റി നമുക്കൊന്ന് അറിഞ്ഞാലോ. ശബരിമലയിലെ ഉത്സവത്തിന് കിട്ടുന്ന അതേ പ്രാധാന്യത്തോടുകൂടി ദർശനം കിട്ടുന്നൊരു അമ്പലമാണ് കേട്ടോ അറക്കുളം അയ്യപ്പ സ്വാമി ക്ഷേത്രം. ഇതിൻ്റെ കഥയുമുണ്ട് കേട്ടോ. ശബരിമലയിലെ ആദ്യകാല പൂജാരിയായിരുന്നു കാറൂട്ട് മഠത്തിലെ തിരുമേനി. അദ്ദേഹം അറക്കുളം ദേശത്ത് വന്ന് താമസം ആരംഭിക്കുകയും ചെയ്തു. പ്രായാധിക്യത്താൽ ശബരിമലയ്ക്ക് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ ഭഗവാനോട് തൻ്റെ വിഷമം ഉണർത്തുകയും ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് മഠത്തിൻ്റെ പറമ്പിൽ തൻ്റെ അമ്പ് കാണുന്നിടത്ത് ക്ഷേത്രം പണിതുകൊള്ളുവാൻ അരുളി ചെയ്യുകയും ചെയ്തു. ഇതേ സമയം തന്നെ ശബരിമലയിലെ വെളിച്ചപ്പാട് പന്തളം രാജാവിനോട് തൻ്റെ ചൈതന്യം ഉള്ള മറ്റൊരു വിഗ്രഹം രാജാവിൻ്റെ അധീനതയുള്ള പ്രദേശങ്ങളിലുണ്ട് എന്നറിയിച്ചു. ശബരിമല, റാന്നി, കാക്കാട്, അറക്കുളം എന്നീ ദേശങ്ങൾ അന്ന് പന്തളം രാജാവിൻ്റെ അധീനതയിലുള്ളതായിരുന്നു. അങ്ങനെ ശബരിമല ക്ഷേത്രത്തിൻ്റെ തച്ചുശാസ്ത്ര വിധിപ്രകാരം പണിത അമ്പലമാണ് കേട്ടോ അറക്കുളം അയ്യപ്പ ക്ഷേത്രം. ആ പ്രദേശത്തെ ഭരണകാര്യം തീരുമാനിക്കുന്നതിനും ക്ഷേത്രത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നതിനുമായിട്ട് രാജാവ് തെക്കഞ്ചേരി പണിക്കരെയാണ് ഏർപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അവകാശിയാണ് കേട്ടോ ആ ശബരിമലയിൽ നിന്നും മണിയും കൊടിയും കൊണ്ടുവന്ന് ഇവിടുത്തെ ഉത്സവത്തിന് കൊടികയറ്റുന്നത്. ആ ചടങ്ങുകൾ ഇന്നും വളരെ ആഘോഷപൂർവ്വം നടക്കുന്നുണ്ട്. ശബരിമലയും അറക്കുളം അയ്യപ്പ ക്ഷേത്രവുമായിട്ടുള്ള അഭേദ്യമായൊരു ബന്ധത്തിൻ്റെ തെളിവുകൂടിയാണ് ഇത്. ഇവിടെ നിന്നും ജീവിതമാർഗം തേടി പല ദേശങ്ങളിലേക്ക് കുടിയേറിപ്പോയവരെല്ലാം ഈ ഉത്സവ നാളുകളിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് ദർശനം നടത്തുമെന്നുള്ളത് സത്യമായ കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് എള്ളുപായസം. തൻ്റെ ഭക്തർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആപത്തുകൾ വന്നു കഴിഞ്ഞാൽ എള്ളുപായസം നേർച്ച നേർന്നാൽ ആ ആൾക്ക് എള്ളോളം ജീവനുണ്ടെങ്കിൽ ഭഗവാൻ രക്ഷിക്കുമെന്നാണ് ഈ നാട്ടിലെ ഭക്തർ പറയുന്നത്. മകരം 11 കൊടികേറി മകരം 17 ഇവിടുത്തെ ഉത്സവം അവസാനിക്കുന്നത്. മകരസംക്രമം കഴിഞ്ഞാൽ 10-ാം നാൾ ഉത്സവമെന്നാണ് പഴയ കണക്ക്. ഗതാഗതമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഉത്സവം നടക്കുകയും പൂച്ചപ്രമേട്ടിൽ ഗുരുതിയുമാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നീട് ഇടുക്കി റോഡൊക്കെ വന്ന് വാഹന ഗതാഗതമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണ് പൂച്ചപ്രമേട് ഗുരുതിക്കളം എന്ന പേര് സ്വീകരിച്ചതെന്ന് പഴമക്കാർ പറയുന്നുണ്ട് കേട്ടോ.